ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും പറ്റിയ ഒരു മാവിന്റെ റെസിപ്പി നോക്കിയാലോ. ഈ ബാറ്റർ ഉപയോഗിച്ച് സോഫ്റ്റ് ഇഡലിയും ക്രിസ്പി ദോശയും സോഫ്റ്റ് തട്ട് ദോശയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുവേ. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാ വേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാമേ. ഇതിന് ആദ്യം തന്നെ ദോശ റൈസ് എടുക്കണേ. ഞാനിവിടെ അമേരിക്കയിലായതുകൊണ്ട് ഈ ഒരു ബ്രാൻഡിന്റെ അരിയാണ് ഉപയോഗിക്കുന്നത്. ഇത് കാണാൻ ഇതേപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ നല്ലൊരു ദോശ റൈസ് എടുക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ചില കടകളിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നും കിട്ടാറുണ്ട്, ഏതായാലും മതി കേട്ടോ. പിന്നെ വേണ്ടത് ഉലുവയാണ്. പിന്നെ വേണ്ടത് നമ്മുടെ ചോറും. നിങ്ങൾ രാവിലത്തേക്കാണ് ബാറ്റർ വേണ്ടതെങ്കിൽ തലേന്ന് ഒരു ഉച്ചയോടുകൂടി തന്നെ ഇത് കുതിർക്കാൻ വെക്കണേ. അന്നത്തേക്ക് ഒരു കപ്പ് എക്സ്ട്രാ ചോറൂടെ കരുതി വെക്കാനും മറക്കല്ലേ. അപ്പൊ നമുക്കിനി അളവിലോട്ട് പോകാമേ. ഞാൻ ഇവിടെ അരി ഉഴുന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് കുതിർക്കുന്നത്, അതുകൊണ്ട് 2 പാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു കപ്പ് അളവാണ്. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഗ്ലാസ് ആയാലും മതി കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ അളവ് നോക്കിയപ്പോൾ ഒരു കപ്പിനേക്കാൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഏതിലാണോ നിങ്ങൾ അളക്കുന്നത് അതിന് ആനുപാതികമായിട്ട് ബാക്കി സാധനങ്ങളും അളക്കാൻ മറക്കല്ലേ. അപ്പൊ എന്റെ ഈ കപ്പിൽ ഞാൻ മൊത്തം 3.5 കപ്പ് ദോശ റൈസ് ആണ് എടുത്തേക്കുന്നത്. ഈ ഒരു കപ്പിൽ 1/2 കപ്പ് മാർക്കുള്ളത് കൊണ്ട് അളക്കാൻ ഈസി ആയിരുന്നേ. ഇനി അടുത്തത് ഉഴുന്നാണ്. ഉഴുന്നെന്ന് പറഞ്ഞാൽ ഒരു 1/4 കപ്പാണ് വേണ്ടത്, അതായത് ഒരു കപ്പിനേക്കാൾ കുറച്ച് കുറവ്. അതും പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഉലുവ ഒരു 1/2 ടേബിൾ സ്പൂണൂടെ ഇടണമേ. ഈ ഒരു അളവ് ഉപയോഗിച്ച് ഏകദേശം ഒരു 24 ഇഡലിയും ഒരു 30 ദോശയോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുവേ. ഇനി ചെയ്യേണ്ടത് അരി ഉഴുന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണേ. അരി ഒരു 3-4 തവണ വാഷ് ചെയ്യാട്ടോ, പക്ഷെ ഉഴുന്ന് 2 തവണയിൽ കൂടുതൽ വാഷ് ചെയ്യാൻ പാടില്ലേ. ഇനി അത് രണ്ടിലെയും വെള്ളം കളഞ്ഞതിന് ശേഷം നല്ല പച്ചവെള്ളം ഒഴിച്ച് ഇത് കുതിരാൻ വയ്ക്കണേ. അരിയിൽ ഒഴിക്കുന്ന വെള്ളം എത്രയാണെന്ന് വെച്ചാൽ അരിയേക്കാൾ ഒരു 1/2 ഇഞ്ച് കൂടുതൽ അതിലുണ്ടായിരിക്കണം. വെള്ളം നമ്മുടെ കയ്യിൽ ഈ വരയുടെ പകുതി എന്ന് പറയുന്നത് ഏകദേശം ഒരു 1/2 ഇഞ്ചാണ്, അത് വെച്ച് അളന്നാൽ മതി കേട്ടോ. ഇനി ഉഴുന്നിനാണേൽ വെള്ളം ഒരു 1 ഇഞ്ചിന്റെ മുകളിൽ നിൽക്കണം കേട്ടോ, കാരണം അത് പെട്ടെന്ന് വീർത്തു വരും, അതുകൊണ്ട്. അപ്പൊ ഇനി ഇത് രണ്ടും അടച്ചു വെക്കണേ. മിനിമം ഒരു 6 മണിക്കൂറേലും ഇത് കുതിരാൻ വെക്കണേ. ഞാൻ ഒരു 11 മണി രാവിലെയാണ് ഇത് കുതിരാൻ വെച്ചത്. ഇനി ഞാനിത് അരയ്ക്കാൻ പോകുന്നത് രാത്രി 8 മണിയോടുകൂടിയാണ്. ഞാനിവിടെ അരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഗ്രൈൻഡറിലാണ്. ഈ ഗ്രൈൻഡർ ഓപ്പൺ ചെയ്യുന്നത് ഈ മാതിരിയാണ്. ഇനി നിങ്ങൾക്ക് ഗ്രൈൻഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, മിക്സിയിലാണേലും ഇത് ഞാൻ പറയുന്ന പോലെ അരച്ചെടുത്താൽ മതിയെ. ഈ ഗ്രൈൻഡറിന്റെ പ്ലഗ് പോയിന്റ് ഇങ്ങനാണ്. ഇവിടെ പ്ലഗ് പോയിന്റ്സിൽ സ്വിച്ച് കാണൂല, മാത്രമല്ല ഗ്രൈൻഡറിന്റെ വാട്ടും വ്യത്യാസമാണ്. ഞാൻ നാട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയത്, US-ലോട്ട് എന്നിട്ട് അവിടുന്ന് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അരച്ചെടുക്കാനുള്ള ടൈമും ചിലപ്പോൾ നിങ്ങളുടെ ഗ്രൈൻഡറിൽ അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുന്ന ടൈമും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ അരയ്ക്കാൻ പോകുന്നതിന് മുന്നേ ചോറ് കൂടി അടുത്ത് കരുതി വെച്ചേക്കണേ. അപ്പൊ ഞാൻ ആദ്യം അരയ്ക്കാൻ പോകുന്നത് ഉഴുന്നാണ്. അപ്പൊ ഈ ഗ്രൈൻഡറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കണേ, അതിനുശേഷം മാത്രമേ ഉഴുന്ന് നമ്മൾ ഇടാൻ പാടുള്ളൂ. ഇനി മിക്സിയിലാണെങ്കിൽ ആദ്യം ഉഴുന്നിട്ടതിന് ശേഷം അതൊന്ന് ജസ്റ്റ് കറക്കിയതിന് ശേഷം വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം മിക്സിയിൽ അരച്ചെടുക്കാൻ. ഇനി ഗ്രൈൻഡറിന്റെ കൂടെ എനിക്ക് ഈ ഒരു സ്പാച്ചുല കിട്ടിയിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഈ സൈഡ് ഒന്ന് ഇളക്കി എടുക്കണം. നിങ്ങൾ മിക്സിയിലാണെങ്കിൽ ജസ്റ്റ് സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയാലും മതി കേട്ടോ. ഏകദേശം ഈ ഗ്രൈൻഡറിൽ 5 മിനിറ്റ് മതി, ഇത് നന്നായിട്ട് മഷി പോലെ അരഞ്ഞു കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം വടിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയും വെക്കണേ. ഇനി അടുത്തത് അരി അരിച്ചെടുക്കണം കേട്ടോ. അതിന് ആദ്യമേ ഒരു 1/2 കപ്പ് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഗ്രൈൻഡറിലോട്ട് ഇടുവാണ്. അരി എന്നിട്ട് അതിലോട്ട് ഇടുവാണ്, അതായത് മൊത്തത്തിൽ കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളവും പ്ലസ് ഈ ഒരു 1/2 കപ്പ് വെള്ളവും മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 1 കപ്പ് ചോറാണ് ചേർക്കുന്നത്. അപ്പൊ ഇതും ഉഴുന്ന് പോലെ ഇടയ്ക്കിടയ്ക്ക് സ്പാച്ചുല കൊണ്ട് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഈ ഗ്രൈൻഡറിൽ ഏകദേശം 15 മിനിറ്റ് എടുത്തോട്ടോ ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ. ഇതേപോലെ ഇരിക്കും മാവ്, ചെറിയൊരു തരി പോലെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ. ഇനി ഈ 2 കല്ലിലുള്ള മാവ് ഇതിലോട്ട് വടിച്ചിട്ടിട്ട് നമ്മൾ മാറ്റി വെച്ച ഉഴുന്നുണ്ടല്ലോ അതും ഇതിൽ തന്നെ ഇടണേ. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണേ. ഒരു 3 മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമ്മുടെ മാവ് റെഡി ആവും കേട്ടോ.
ഇത് ഞാൻ ഉപ്പൊന്നും ചേർക്കാതെയാണ് പാത്രത്തിലോട്ട് മാറ്റുന്നത്. പാത്രത്തിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ 1/4 ഭാഗം മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊങ്ങി വരുമ്പോഴത്തേക്ക് മാവ് പുറത്തേക്ക് ചാടുകയെ. അതുകൊണ്ട് ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ഒഴിച്ചു വെക്കുന്നത്. ഇനി ഈ മാവ് പൊങ്ങി വരാൻ ഓവർനൈറ്റ് വെച്ചേക്കണേ. ഇവിടെ ഞാൻ ഓവൻ ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് മാവ് വെക്കാറ്. അപ്പൊ ഇതിലെ ചൂടിലാണെങ്കിൽ മാവ് നന്നായിട്ട് പൊങ്ങി വരുവേ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ചൂടുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വേണം ഈ മാവ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി രാവിലെ ആകുമ്പോഴേക്ക് ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാകുമേ. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് ഇഡലി വേവിച്ചെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇഡലി. ഇനി ദോശയ്ക്കാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഈ പരുവത്തിലാക്കിയാൽ നല്ല ക്രിസ്പി ദോശയും കിട്ടും കേട്ടോ. നല്ല മുരുമുരാന്നിരിക്കും ദോശ. ഇനി നിങ്ങൾക്ക് തട്ടുദോശയാണ് വേണ്ടതെങ്കിൽ ഇതേ മാവ് വെച്ച് ചുട്ടെടുത്താൽ മതിയേ. കുറച്ച് കട്ടിക്ക് വേണം ചുട്ടെടുക്കാൻ മാത്രം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ദോശ റെഡി. ഇതിന്റെ ഫുൾ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടി കൊടുത്തേക്കാമേ. സംശയം ഉണ്ടെങ്കിൽ നോക്കണേ. ഇതിന്റെ കോംബോ ആയിട്ടുള്ള തക്കാളി ചട്നി, സാമ്പാർ, ഇതിന്റെ ഒക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, അതും ഞാൻ കൊടുത്തേക്കാമേ. അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്